അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഡോണറ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡോണറ്റിൻ്റെ മാവ് ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിന് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ 2 കപ്പ് മൈദ ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർ 5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അത് 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിലും എടുക്കാം. സൺഫ്ലവർ ഓയിലാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇനി ഇത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇളം ചൂട് പാലൊഴിച്ചിട്ട് ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഫുള്ള് ആവശ്യം ഉണ്ടാവില്ല, നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ പകുതിയാണ് ഒഴിച്ചു കൊടുത്തിട്ട് മാവൊന്ന് കുഴച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ പകുതി പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ മാവ് ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 250 ml കപ്പിന് 1 കപ്പ് പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് പകുതിയാണ് ആവശ്യം വന്നത്. അപ്പോൾ പാലെടുക്കുമ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് ഇളം ചൂട് പാലെടുത്താൽ മതി. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് മാവിൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്തിട്ട് ഒരു 3 മണിക്കൂർ ഡബിൾ സൈസ് ആവാനായിട്ട് വെക്കണം. ചൂടുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ തന്നെ വെച്ചാൽ മതിയാവും. അങ്ങനെ മാവ് ഇത് ഞാനൊരു 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തി ബൗളിൽ നിന്ന് മാറ്റിയിട്ട് ഇതൊന്ന് പരത്തിയ ശേഷം ഡോണറ്റ് റെഡിയാക്കി എടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മാവ് നല്ല പൊന്തി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിൽ നിന്ന് മാറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ മാവ് ഇതാ ബൗളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കിത് പരത്തിയെടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡിലേക്കൊന്ന് ആക്കി കൊടുക്കാം. അതിന് ശേഷം പരത്തിയെടുത്താൽ മതി. ഒരുപാട് മൈദപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കരുത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കാം. അങ്ങനെ മാവ് ഇതാ പരത്തി വെച്ചിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലായിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ഒരുപാട് കനം കുറച്ച് പരത്തിയാൽ ഡോണറ്റ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു അടപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുവിലായിട്ടും കട്ട് ചെയ്തെടുക്കണം. ഡോണറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഞാനിതുപോലെ നോസിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിലിൻ്റെ ഒക്കെ അടപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. റൗണ്ട് ഷേപ്പുള്ള ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഈ മാവെല്ലാം ഈ നടുവിലുള്ള ഈ മാവെല്ലാം മാറ്റി വെക്കാം. അത് നമുക്ക് സെപ്പറേറ്റ് പൊരിച്ചെടുത്താൽ മതി. അങ്ങനെ ഞാനിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ ബാക്കിയുള്ള നമ്മൾ കട്ട് ചെയ്തെടുത്ത മാവ് ബാക്കിയുണ്ടല്ലോ, അത് വീണ്ടും പരത്തിയിട്ട് ഇതുപോലെ ചെയ്യാം. അങ്ങനെ നമ്മൾ മാവെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഡോണറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമ്മളത് ഗ്യാസ് സ്ലോ ഫ്ലെയിമിലായിട്ട് വേണം വെക്കാനായിട്ട്. അതിന് ശേഷം വേണം ഡോണറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ സ്ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഗ്യാസ്. അല്ലാന്നുണ്ടെങ്കിൽ ഡോണറ്റിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കളറ് മാറും ചെയ്യും, ഉള്ളു വേവില്ല. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്
കുക്കാക്കുമ്പോൾ ഉള്ളിൽ നന്നായിട്ട് വേവും ചെയ്യും, പുറം ഭാഗം നല്ല കറക്റ്റ് കളറായിട്ട് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഡോണറ്റിൻ്റെ ഒരു സൈഡ് ഇതാ ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ ഡോണറ്റ് ഞാൻ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡോണറ്റ്സ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ട് നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റണം. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട്. നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതാ ബാക്കിയുള്ള ഡോണറ്റ്സും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഡോണറ്റ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ബോൾസ് ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതും റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഡോണറ്റ്സ് എല്ലാം ഇതുപോലെ ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ചോക്ലേറ്റ് സിറപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് സിറപ്പും അതുപോലെ പൊടിച്ച പഞ്ചസാരയും ഒന്നും നിർബന്ധമുള്ളതല്ല. നമുക്ക് ഡോണറ്റ് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമാണ് ഇതുപോലെ പഞ്ചസാരയിലും ചോക്ലേറ്റ് സിറപ്പിലൊക്കെ ഒന്ന് ആക്കുന്നത്. അപ്പോൾ ഒരു ഡോണറ്റ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ അങ്ങനെ ഈ പൊടിച്ച പഞ്ചസാര ഡോണറ്റിൻ്റെ എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 4 ഡോണറ്റാണ് ഈ പഞ്ചസാര പൊടിച്ചതിൽ മിക്സാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഡോണറ്റ് ഇതുപോലെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഡോണറ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഗ്യാസ് സ്ലോ ഫ്ലെയിമിലായിട്ട് വെക്കണം, എന്നാലേ നല്ല കറക്റ്റായിട്ട് ഇത് ഫ്രൈ ആയിട്ട് കിട്ടുക. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.